ഹലോ, വെനീസ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ശ്രേയമോടെ അരങ്ങേറ്റ ദിവസം നടന്ന വിശേഷങ്ങളൊക്കെ കോർത്തിണക്കിയൊരു ലോങ് വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ അമ്മച്ചിയുടെയും ഗിരിജാമ്മയുടെയും രാജേച്ചിയുടെയും അതുപോലെ ചെറുപ്പത്തിൽ ഇവിടെ നോക്കിയിരുന്ന ഐശ്വര്യ അമ്മൂമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ചേച്ചി മാത്രം ഒഴികെ ബാക്കി വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും അനുഗ്രഹം അവൾ വാങ്ങിയിരുന്നു. രാവിലെ ഏകദേശം 10:30 നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. ആക്ച്വലി ഇത്ര നേരത്തെ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. രശ്മി ടീച്ചർ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് കറക്റ്റ് ടൈമിംഗ് ആണ് കീപ്പ് ചെയ്തത്. ഒരു ഹറി ബറിയുമില്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. നമ്മൾ ഒന്നിനും ഒരു തിടുക്കമോ അല്ലെങ്കിൽ ഒരു ധൃതിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പതുക്കെ ടൈം എടുത്ത് ഈച്ച് ആൻഡ് എവ്രി വൺ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെ പെർഫെക്ഷനോട് കൂടിയാണ് വർക്ക് ചെയ്തത് കേട്ടോ. പിന്നെ പറയേണ്ടത് ശ്രേയമോളുടെ ടീച്ചറിനെ പറ്റിയാണ് കേട്ടോ. RLV രശ്മി സന്തോഷ്, പേങ്ങാട്ട് മഠം കലാഗ്രഹം ഇരമത്തൂർ മാന്നാറാണ് ഇവരുടെ ഡാൻസ് സ്കൂളുള്ളത്. അവിടെയാണ് ശ്രേയമോൾ പഠിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിക്കുന്ന തരത്തിൽ ശ്രേയമോളുടെ ഒക്കെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചേച്ചിമാരും പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പെർഫോമൻസും നല്ല അടിപൊളിയായിരുന്നു. ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന ടീച്ചറിനെ പോലുള്ളവർ ഈ ഒരു സമൂഹത്തിൽ ഭയങ്കര ഒരു മാതൃകയായിട്ട് വരേണ്ട ഒരാൾക്കാരാണ് കേട്ടോ. പ്രസാദ് ചങ്ങനാശ്ശേരിയാണ് കേട്ടോ മോളുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആരാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ളത്. പ്രസാദ് സാറും ടീമും ആണ് കേട്ടോ നമുക്ക് ശ്രേയമോൾക്ക് വേണ്ടിയിട്ട് അരങ്ങേറ്റത്തിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ഫോട്ടോസും സിംഗിൾ ഫോട്ടോസും ഒക്കെ അവർ ക്ലിക്ക് ചെയ്തിരുന്നു കേട്ടോ. ഏകദേശം 7 മണിയോടുകൂടി പരിപാടി ആരംഭിച്ചത് കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് ടൈമിംഗ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് അവരുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുക, പേങ്ങാട്ടുമട്ടം കലാഗ്രഹം നൽകി വരുന്ന ശിക്ഷണം ഏറെ വലുത. നർത്തകിയും നൃത്ത അധ്യാപികയുമായി ശ്രീമതി RLV രശ്മി സന്തോഷ് പ്രശസ്ത നർത്തകനും മലയാള ചലച്ചിത്ര ലോകത്തെ നിരവധി നായികമാരുടെ നൃത്ത ഗുരുവും കൂടിയാണ്. ചങ്ങനാശ്ശേരി ശ്രീ RLV പ്രദീപ് കുമാറിന്റെ ശിക്ഷണത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. തുടർന്ന് ഏറെ പ്രശസ്തമായ തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ നിന്നും ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. കഴിഞ്ഞ 24 വർഷങ്ങളുടെ സബരിയിൽ ആർജിച്ചെടുത്ത പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരുന്നത് നമ്മുടെ ബിബിൻ ജോർജ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുകയും ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു കേട്ടോ ഇദ്ദേഹം. ഞാൻ ഇതുവരെ ഒരു പരിപാടിക്ക് ഭദ്രദീപം കൊളുത്തിയിട്ട് 2 വാക്ക് പറഞ്ഞതിന് ശേഷം വേദി വിടുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ അല്ലായിരുന്നു. അദ്ദേഹം പാട്ടുപാടി ഓഡിയൻസിനെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിച്ചു. ഭയങ്കര ഒരു പ്ലസൻറ്റ് മോഡിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നു അദ്ദേഹം. നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു. വളരെ സന്തോഷത്തിൽ അഭിമാനത്തിൽ നിൽക്കുകയാണ്. നിനക്കായി ഞാൻ പാട്ടുപാടും, എനിക്കായി നീ കാത്തു നിന്നില്ലേ, നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി
ഓർത്തു പാടുമ്പോ നീ എനിക്ക് കാത്തു നിന്നില്ലേ നീ എന്റെ സ്വന്തമല്ലേ നീ എന്റെ സ്വർഗമല്ലേ പൂത്തനാവല്ലേ എന്റെ പൂന്തളിരല്ലേ ആ കണ്ണുകളാണ് കനകാഞ്ചിരി മിന്നും കപോലങ്ങളാണ് കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണ് കദംബവനത്തിൽ വസിച്ചിരുന്ന മതംഗപുത്രിയം ജഗദംബികെ പുണ്യാനം പുഷ്പരേഖക്കരിമ്പ് തിക്കൈകളിലെ തിരുമാതിമാറേ അമ്മേ നിന്നാമങ്ങളെന്നും പാടി സ്തുതിച്ചിരുന്നേ അമ്മേ നിന്നാമങ്ങളെന്നും പാടി സ്തുതിച്ചിരുന്നേ കൗനകാഞ്ചിരി മിന്നും കപോലങ്ങളാണേ കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ ഇന്ദ്രധനുസി പിറന്നവള് കുന്തിരിക്കത്തിൻ മണവളോട് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് കണ്ണാറക്കൊത്തിക്കളിച്ചപ്പോളെ കണ്ണിമ കെട്ടാതെ നോക്കിയോട് കണ്ണിമ ചാരിയുള്ളോട് കണ്ണീര് കണ്ടാലറിയുന്നോട് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് മതഗതങ്ങളണിഞ്ഞവള് പാലക്രമോതിരവിട്ടവള് പാലപ്പം പോലെ വെളുത്തവള് പോലെ ഇളക്കുന്നവള് ഇളകേറ്റവള് ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് മറുകളോട് ചാത്തിയോട് മല വെറുത്തവള് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് ാണ് ചീര പോലെ ചുവന്നവള് പേരയിലക്കിളിയോട് കാതിലക്കിന്നാലെ ചൊല്ലിയോട് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് വെടിക്കൊലുസിട്ട പെണ്ണിവള് വെള്ളാരങ്ങള് വരക്കിയോട് വെള്ളയിലൊളിട്ട് ഓടിയോട് പള്ളി പോലെ നീ പടർന്നവള് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് കണ്ണോട് കണ്ണായിരുന്നു മണ്ണോട് മണ്ണാ മന്നർ കുരുട്ടിക്കാട് ലക്ഷ്മിയിൽ ദിനു വിശ്വനാഥിന്റെയും രാഖി കൃഷ്ണയുടെയും മന്നർ കുരുട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി. ലളിതാംബികയെ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയെ
ചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ആഗമവേദ ആഗമവേദ കലാമയ ഭൂമിനി അഖില ജനാർദ്ദന ജനനി നാരായണി അഖില ജനാർദ്ദന ജനനി നാരായണി നാഗകുംകണ നടരാജ മോഹനി നാഗകുംകണ നടരാജ മോഹനി ज्ञानविद्येश्वरी राजराजेश्वरी ज्ञानविद्येश्वरी राजराजेश्वरी श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिके भुवनेश्वरी ഇവരുടെ സീനിയേഴ്സിൻ്റെ പെർഫോമൻസും ഉണ്ടായിരുന്നു. ഭയങ്കര സ്റ്റണ്ണിങ്, ഗ്രേസ്ഫുൾ. പിന്നെ ടീച്ചർ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത അരമണിക്കൂറോളം നീണ്ടു നിന്ന ഒരു രാമായണത്തിൻ്റെ ഫുൾ സ്കെച്ചോട് കൂടി ഒരു കൊറിയോഗ്രാഫി ചെയ്തൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അരങ്ങേറ്റമെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പിക്സ് കൂടെ കാണാം.